പാപം നിറഞ്ഞൊരു പട്ടണത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് പൗലോസിനെ പറഞ്ഞു വിടുന്ന രംഗം വിശദീകരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലാണ്. കൊരിന്തിലെ സഭയുടെ സ്ഥാപനം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിയിൽ ചെന്നു. യഹൂദന്മാർ എല്ലാവരും റോമാ നഗരം വിട്ടു പോകണമെന്ന് ക്ലൗത്യോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റാലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാർ അക്വിലാസ് എന്ന പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ ഫിസ്കല്യെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. ആമേൻ. തെറ്റാതെ വായിച്ചതുകൊണ്ട് സ്തോത്രം. സാധാരണ ഈ പൊന്തോസ്കാരൻ എന്ന് വായിക്കുമ്പം നമ്മുടെ ഒരു ആവേശം കാരണം പെന്തക്കോസുകാരെന്ന് വായിക്കാറുണ്ട്. ഏതായാലും അന്വേഷിക്കാവാലോ അല്ലാത്തതുകൊണ്ട് സ്തോത്രം. അതിൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ആമേൻ. ഇപ്പം രണ്ട് കാര്യം പരിശുദ്ധാത്മാവ് ചേർത്ത് വെച്ച് പറയുക. പൗലോസ് അഥേനയിലെ തൻ്റെ ഗംഭീരമായ പ്രസംഗം അവസാനിപ്പിച്ച് താൻ കൊരിന്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ സമാനമായി രണ്ട് കാര്യം അവിടെ സംഭവിച്ചു. ഒന്ന്, പൗലോസ് അവിടേക്ക് വരുന്നു. റോമൻ ചക്രവർത്തിയുടെ ഒരു കൽപ്പന കൂടെ പുറപ്പെടുന്നു. എന്താണ് റോമൻ ചക്രവർത്തിയുടെ പുറപ്പെട്ട കൽപ്പന? യഹൂദന്മാർ എല്ലാവരും റോമാ നഗരം വിട്ട് പുറത്തു പോകണം. ആ കൽപ്പന പ്രകാരം ഒരു ദമ്പതി കുടുംബം കൂടെ കൊരിന്തിലേക്ക് വരുന്നു, അക്വിലാവും പ്രിസ്കില്ലയും. അവരെ സംബന്ധിച്ച് ഇപ്പോൾ കൊരിന്തിൽ വന്നത് പ്രത്യേകിച്ച് അവർക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, അവരെ ആരും പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടൊന്നുമല്ല. ഗതികെട്ട് ആ പട്ടണത്തിനകത്തേക്ക് ചാടിക്കേറിയവരാണ് ഈ ദമ്പതി കുടുംബം. പക്ഷേ രണ്ട് കാര്യം പരിശുദ്ധാത്മാവ് ഒരുമിച്ച് പറയുന്നു. പൗലോസ് വന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ദമ്പതി കുടുംബത്തെ പരിശുദ്ധാത്മാവ് അവിടെ എത്തിച്ചത്. ഒരുപക്ഷെ നമുക്ക് ചിന്തയ്ക്ക് തോന്നും ഇത് റോമൻ ഭരണകൂടം അകാരണമായി പുറത്താക്കിയതാണ്, ആകസ്മികമായി വന്നൊരു സ്ഥാനഭ്രംശമാണ്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നവരോട് പറയാം, ഒരു കാരണവും കൂടാതെ എതിർപ്പുകൾ ജീവിതത്തിനകത്ത് നേരിട്ട് പിടിച്ചു നിൽപ്പില്ലാതെ ആരെങ്കിലും ഇന്ന് രാത്രി ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യം കൊണ്ടല്ലായിരിക്കാം, മറ്റു ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടല്ലായിരിക്കാം, ഒരു കാരണവും കൂടാതെ ഒരിടത്ത് ഇങ്ങനെ മാറി മാറി കൂടാരമടിക്കേണ്ടി വരുമ്പോൾ ഹൃദയത്തിനകത്തൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുർഗതി വന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുർനിമിത്തം? നമ്മൾ എത്തുന്നൊരു ചിന്ത, പിശാച് അണിയറയിൽ മെനഞ്ഞൊരുക്കിയ തന്ത്രങ്ങളുടെ ആവിഷ്കരണം ജീവിതത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ചിന്ത നമ്മെ ഭരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ രണ്ട് വചനം ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന കാര്യം, ആ രാത്രി ആ ദമ്പതി കുടുംബം അവിടെ വന്നത് ആകസ്മികമല്ല. അതിന്റെ പിൻപിൽ പ്രവർത്തിച്ചത് പിശാചിന്റെ പദ്ധതിയല്ല. നിങ്ങൾ ചിലയിടത്തുനിന്ന് ഒരു സ്വാതന്ത്ര്യമില്ലാതെ പറിച്ചു നടപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, വേദനയോടെ മാറ്റി നടപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഈ രാത്രി പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് അതിന്റെ പിൻപിൽ ചലിച്ചത് പൈശാചിക തന്ത്രമല്ല, റോമൻ ചക്രവർത്തിയുടെ രാജമുദ്ര പതിപ്പിച്ച കൽപ്പനയേക്കാൾ സ്വർഗീയ രാജാവിന്റെ ആണിപ്പഴുതേറ്റ കരത്തിന്റെ നിയോഗമാണ് ചില സ്ഥാനഭ്രംശങ്ങളുടെ പിൻപിൽ ചലിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ പിൻപിൽ പിശാചല്ല, എന്നെ കുറിച്ചുള്ള ആത്യന്തികമായ ദൈവ പദ്ധതിയിലേക്ക് പരിശുദ്ധാത്മാവിനെ ചലിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഈ രാത്രി കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെയാണ് കൊരിന്തിലേക്ക് പൗലോസ് ലീഹ വരുന്നത്. കൊരിന്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ ഉടലെടുത്തു. ആ സഭയെക്കുറിച്ച് നമുക്കറിയാം. ചരിത്രപരമായ നിരവധി വിശകലനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ആ സഭയെക്കുറിച്ച് പറയുന്നത് ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി, വചനത്തിൽ സമ്പന്നരായി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരുന്ന സഭയെന്ന. ഏതായാലും ഈ നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു സഭയില്ല. ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത സഭ. ഭൂതങ്ങളെ പുറത്താക്കുന്നവരുണ്ട്, പ്രവചിക്കുന്നവരുണ്ട്, വീര്യപ്രവൃത്തി ചെയ്യുന്നവരുണ്ട്, വിവേചനപരമുള്ളവരുണ്ട്, വ്യാഖ്യാനപരമുള്ളവരുണ്ട്. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തൊരു സഭയോ. പക്ഷേ ആ സഭയെക്കുറിച്ച് പിന്നീട് അങ്ങോട്ട് പറയുന്നത് ഒരു കൃപാവരത്തിലും കുറവില്ലായിരുന്നെങ്കിലും ഗ്രൂപ്പിന് കുറവൊന്നുമില്ല. കുറേ പേര് പറഞ്ഞു ഞങ്ങൾ പത്രോസിൻ്റെ പക്ഷമാണ്, പ്രസംഗം ഇഷ്ടപ്പെടുന്നവർ പറഞ്ഞു ഞങ്ങൾ അപ്പല്ലോസിൻ്റെ പക്ഷമാണ്, ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവർ പറഞ്ഞു ഞങ്ങൾ പൗലോസിൻ്റെ പക്ഷമാണ്, മാറുന്ന ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ ആരുടെയും പക്ഷമില്ല, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷമാണെന്ന് പറഞ്ഞ ആൾക്കാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഏതായാലും അവിടെ എന്നെ അതിശയിപ്പിച്ചൊരു വസ്തുത, ഏതായാലും നമ്മുടെ ഇടയിൽ അങ്ങനെ 4 പക്ഷമുണ്ടെങ്കിൽ അടുത്ത ആഴ്ച അടുത്ത പട്ടണത്തിൻ്റെ 3-ാം നിലയിൽ പുതിയൊരു ആരാധന കൂടെ തുടങ്ങുമെന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഒരു യാഥാർത്ഥ്യമായിരിക്കെ, കൊരിന്തിനകത്ത് അങ്ങനെ 4 ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടും
ആ സഭ പിളർന്നു പോകാൻ പരിശുദ്ധാത്മാവ് അനുവദിച്ചില്ല. ഇന്ന് രാത്രി എത്ര പേര് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? പല അഭിപ്രായങ്ങളും തർക്കങ്ങളും ഭിന്നതകളും ഉണ്ടായിട്ട് ഇന്ന് രാത്രിയിലും പിരിഞ്ഞു മാറാത്തത്, ഇന്ന് രാത്രിയിലും ഇത് തകർന്നു പോകാത്തത് നമ്മുടെ കരുത്തുകൊണ്ടോ നമ്മുടെ മികവ് കൊണ്ടോ നമ്മുടെ ക്ഷമ കൊണ്ടോ നമ്മുടെ വൈദഗ്ധ്യം കൊണ്ടോ ഒന്നുമല്ല. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മുടെ മീതെ നിലനിൽക്കുന്നതാണ്. തർക്കങ്ങൾ ഉണ്ടായിട്ട് ഭിന്നതകൾ ഉണ്ടായിട്ട് തകർന്നു പോകാതെ കരുത്തോടെ താങ്ങി നിർത്തുന്നത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എൻ്റെ മീതെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഈ രാത്രി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെ ഉടലെടുത്ത പരിശുദ്ധാത്മാവ് കരം പിടിച്ച് നടത്തുന്ന ഒരു സഭ. ഈ സഭയിൽ പൗലോസ് പുനരുത്ഥാനത്തെക്കുറിച്ച് പ്രസംഗിച്ചു വന്നപ്പോൾ ആ വിഷയം സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങളുണ്ടായി. എന്താണ് ഈ വിഷയം സംബന്ധിച്ച് മാത്രം ഇത്ര ചോദ്യം? നിങ്ങൾ പൗലോസിൻ്റെ ലേഖനങ്ങൾ മുഴുവൻ എടുത്തു പഠിച്ചാൽ പൗലോസ് ഏറ്റവും കൂടുതൽ ആശയമെടുത്ത്, ഏറ്റവും കൂടുതൽ ഉപമാനമെടുത്ത്, ഏറ്റവും കൂടുതൽ ഉദാഹരണങ്ങൾ എടുത്ത് വിശദീകരിച്ച ഏക വിഷയം മരിച്ചവരുടെ പുനരുത്ഥാനമാണ്. എന്തുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ വിവരിക്കേണ്ടി വന്നത്? എന്താണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യത? എന്താണ് ഈ വിഷയത്തിൻ്റെ പ്രസക്തി എന്നൊന്ന് ചുരുക്കം വാക്കിൽ വിശദീകരിച്ചിട്ട് ഞാൻ വേഗത്തിൽ മുമ്പിലേക്ക് വരും. എന്താണ് ഈ വിഷയത്തിൻ്റെ പ്രസക്തി? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആദിമസഭയുടെ പ്രവൃത്തികളും പ്രസംഗങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ആദിമസഭയുടെ പ്രവൃത്തികളെയും പ്രസംഗങ്ങളെയും കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. ഈ കെട്ടിഞ്ഞാന്ന് ചത്ത യൂദയ്ക്ക് പകരം മത്യാസിനെ ചീട്ടിട്ട് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അകത്തൊരു ആലോചന ഉണ്ടായി. ആലോചനയിൽ അവർ പറയുന്നൊരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് നമ്മൾ ഒരുവനെ തിരഞ്ഞെടുക്കണമെന്നാണ്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം, എന്താണ് വെളിയിൽ പോയി പ്രസംഗിക്കേണ്ടത്? അത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിനാണ് സാക്ഷ്യം പറയേണ്ടത്. ഇനി സഭയുടെ 1-ാമത്തെ പ്രസംഗം നിങ്ങൾ പരിശോധിച്ചാൽ 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന രാത്രിയിൽ പത്രോസിൻ്റെ പ്രസംഗം 2-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. നിങ്ങൾ അധർമ്മികളുടെ കയ്യാൽ അവനെ തറച്ചു കൊന്നു, മരണം അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു. ദൈവമോ മരണവാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ അനുവദിച്ചില്ല. ഇപ്പൊ സഭയുടെ 1-ാമത്തെ പ്രസംഗത്തിൽ 1-ാമതൊരുത്തനെ തിരഞ്ഞെടുത്ത് പുനരുത്ഥാനം പറയാൻ സഭയുടെ 1-ാമത്തെ പ്രസംഗത്തിൽ സഭ പ്രസംഗിച്ചു തുടങ്ങിയത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. 2-ാമത്തെ പ്രസംഗം, സഭയുടെ 2-ാമത്തെ പ്രസംഗം ശലോമോന്റെ മണ്ഡപത്തിൽ നടത്തുന്ന പ്രസംഗമാണ്. 3-ാം അധ്യായം 14-ാം വാക്യം. മുടന്തനെ സൗഖ്യമാക്കിയതിനു ശേഷം അവരെ വിചാരണ ചെയ്യുന്നതിന് മുൻപ് നടത്തുന്ന പ്രസംഗം 3-ാം അധ്യായം 14-ാം വാക്യം. ജീവനായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ. ഇപ്പൊ സഭയുടെ 2-ാമത്തെ പ്രസംഗത്തിലും അവർ പറയുന്ന വിഷയം യേശുക്രിസ്തു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. ഇനി സഭയുടെ 3-ാമത്തെ പ്രസംഗം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്ത് പത്രോസ് നടത്തുന്ന പ്രസംഗമാണ്. ആ പ്രസംഗത്തിനൊരു പ്രാധാന്യതയുണ്ട്. കൃത്യം 50 ദിവസങ്ങൾക്ക് മുൻപ് ഇതേ മഹാപുരോഹിതന്റെ അരമനയുടെ മുറ്റത്ത് പത്രോസ് നിൽക്കുക. പത്രോസ് നിൽക്കുമ്പോൾ അതുവഴി പോയ ബാല്യക്കാരി പത്രോസിനോട് ചോദിച്ചു, യേശുവിൻ്റെ ഗോസ്പൽ ടീമിലുള്ള ഉപദേശിയല്ലേ? പത്രോസ് പറഞ്ഞു, യേശു ആരാന്ന് പോലും എനിക്കറിയത്തില്ല, നീ ഇല്ലാത്തത് പറയാതെ വച്ചേ. അത് കഴിഞ്ഞ് അതുവഴി പോയ വേറൊരു സെർവൻ്റ് ബോയും വന്ന് ചോദിച്ചു, ഞാൻ യേശുവിൻ്റെ ടീമിൽ കണ്ടതുപോലെ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോഴും പറഞ്ഞു, യേശുവിനെ എനിക്ക് അറിയത്തുപോലുമില്ല. ഒന്നുകൂടെ ആ പെൺകുട്ടി അതുവഴി മടങ്ങി വന്നപ്പോൾ അവൾ ഒന്നുകൂടെ ചോദിച്ചു, ഇല്ല ഞാൻ കണ്ടിട്ടുണ്ട്, യേശുവിൻ്റെ കൂടെ ഉപദേശിയെ കണ്ടിട്ടുണ്ടെന്ന് പറയുകയും പത്രോസ് കൈയെടുത്ത് തലയിലോട്ട് വെച്ചിട്ട്, ഓ ഈ യേശു എന്ന് പറഞ്ഞവൻ ഗതി പിടിക്കുകയല്ല, അവൻ ഏതാണേലും അവൻ നന്നാകുകയല്ലെന്ന് പത്രോസ് ഉപദേശി പറഞ്ഞു. അങ്ങനെയല്ലേ വചനം? ആണയിടുകയും പ്രാകുകയും ചെയ്തു. പത്രോസ് പറഞ്ഞു, എനിക്ക് യേശുവിനെ അറിയില്ല, യേശു ഏതായാലും നന്നാകില്ല, യേശുവിന് നല്ല ഗതി വരില്ല. അങ്ങനെ യേശുവിനെ പ്രാഗി ഈ മഹാപുരോഹിതന്റെ അരമനയുടെ മുറ്റത്തു നിന്ന് ഇറങ്ങിപ്പോയതാണ് പത്രോസ്. പക്ഷേ കൃത്യം 50 ദിവസം കഴിഞ്ഞപ്പോൾ ഏത് മഹാപുരോഹിതന്റെ അരമനയുടെ മുറ്റത്ത് വെച്ച് യേശുവിനെ തള്ളി പറഞ്ഞു, ആ അരമനയ്ക്കകത്ത് കയറി മഹാപുരോഹിതന് നേരെ വിരൽ ചൂണ്ടി പത്രോസ് 4:10 നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഈ മുടന്തൻ നടന്നു എന്ന് പ്രസംഗിച്ചെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങളുടെ പരാജയത്തിൻ്റെ പ്രതലത്തിൽ തന്നെ നിങ്ങളെ അവൻ്റെ ജയത്താൽ
ജയത്തിന്റെ സാക്ഷിയാക്കി നിർത്താൻ പരിശുദ്ധാത്മാവിന് കഴിയും എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ പരാജയപ്പെട്ടു പോയി കാണാം, നിങ്ങൾ തകർന്നു പോയി കാണാം, നിങ്ങൾ അപമാനിക്കപ്പെട്ട ഇടം, നിങ്ങൾ തകർന്നു പോയ ഇടം, നിങ്ങൾ പരാജയപ്പെട്ട ഇടം, അതേ ഇടത്തെ തന്നെ നിങ്ങളെ ജയത്തിന്റെ ഇടമാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ രാത്രി എത്ര പേർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും?